സൗഹൃദ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന കേരള കലാകൂട്ടായ്മ ഒരുക്കുന്ന മാനവ സൗഹൃദ സ്നേഹ സംഗീതയാത്ര എൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് പരപ്പയിൽ വെച്ച് നടക്കുന്നത്. അതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക, വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, നാടിൻ്റെ നന്മക്കായി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാതി മത വർഗ രാഷ്ട്രീയത്തിനുള്ള അതീതമായിട്ടാണ് ഈ ഒരു സ്നേഹ സംഗീതയാത്ര നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ MLA മാരും ജില്ലയിലെ MLA മാരിലും ഇതിൻ്റെ രക്ഷാധികാരികളാണ്. അതുപോലെ അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവറുകളാണ്. അതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് TK രവിയാണ്. അതിൽ ആശംസകൾ അർച്ച് സംസാരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ്, വളാൽ പഞ്ചായത്ത് മെമ്പർ ജോസഫ് വർക്കി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് വിജയകുമാർ, മർച്ചൻറ്റിൻ്റെ പ്രസിഡന്റ് വിജയൻ കോട്ടക്കല്ലി, നന്ദി UB മുഹമ്മദ് കുഞ്ഞി, വാർഡ് മെമ്പർ രമ്യ മുതലായവർ പങ്കെടുക്കുന്നുണ്ട്. അതിന് ചെയർമാനായിട്ട് CH അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലുകെട്ടം പഞ്ചായത്താണ്. വൈസ് ചെയർമാനായിട്ട് ബാനം മുഹമ്മദ് കുഞ്ഞി, അതിൻ്റെ കൺവീനറായിട്ട് നേതാജി പരപ്പൂരുടെ പുഷ്പരാജൻ, പ്രസാദ്, നന്ദി പറയുന്നതിൽ UB മുഹമ്മദ് കുഞ്ഞിയുടെ ട്രഷറർ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പരിപാടിയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ മാനവ സൗഹൃദം എന്ന ലക്ഷ്യത്തോടു കൂടി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യവുമാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വിവിധ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അരാജകത്വം, പിന്നെ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഇപ്പം നമുക്കറിയുമല്ല, എല്ലാ നാട്ടിലും നടക്കുന്ന കൊലകളും കൊലവിളികളും ഒരു സ്നേഹം ഇല്ലായ്മ പോലെ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനവ സൗഹൃദം എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തപ്പെടുന്ന ഈ യാത്രയുടെ ജില്ലയിലെ ഉദ്ഘാടനം നമ്മുടെ പരപ്പയിൽ വെച്ചാണ്. അത് ജനുവരി 20 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ആണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ നാട്ടുകാർ നൽകുന്നുണ്ട്. ജാതിമത വ്യത്യാസമന്യേ സഹായങ്ങൾ നൽകുന്നുണ്ട്. വേറെ നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനില്ല.